ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ലൈവിൽ റസ്മിന് വയ്യ, റസ്മിന് പറ്റുന്നില്ല, മാനസികമായിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. റസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ജാസ്മിന് ഗബ്രിയെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് മറ്റുള്ളവർ തൻ്റെ അടുത്ത് പറയുന്നു, മറ്റുള്ളവരോട് അപ്പുറത്ത് പറയുന്നു, ഇപ്പുറത്ത് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ശരി തന്നെയാണ്. ഗബ്രിക്കും ജാസ്മിനും സപ്പോർട്ടായിട്ടാണ് റസ്മിൻ എപ്പോഴും നിൽക്കുന്നത്. എന്തായാലും എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. റസ്മിൻ ഇപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ഒരു എലിമിനേഷനിൽ റസ്മിന് പോകുന്ന റസ്മിനൊരു പേടിയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും മാനസികമായിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും ഈ ആഴ്ച പുള്ളിക്കാരി പോകാനുള്ള ചാൻസ് ഒരു 100% തന്നെയാണ്. കാരണം പിന്നെ അത്രയ്ക്കുള്ള പെർഫോമൻസ് എപ്പോഴും ഗബ്രിയെയും ജാസ്മിനെയും താങ്ങി നിൽക്കുകയാണ് പുള്ളിക്കാരി. സ്വന്തമായിട്ടുള്ളൊരു ഗെയിമിലേക്ക് വന്നിട്ടില്ല. ആദ്യമൊക്കെ സ്വന്തമായിട്ടുള്ള ഗെയിം ഉണ്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരി ആ ഒരു ഗബ്രിയെയും ജാസ്മിനെയും താങ്ങി നിൽക്കാതെ സ്വന്തമായി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച പുള്ളിക്കാരി ഒരു ടോപ്പ് 5 വരെ എത്തേണ്ട ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പം വളരെ കുറഞ്ഞു. എപ്പോഴും ഗബ്രി, ജാസ്മിൻ അവരുടെ കൂടെയാണ് സഹവാസം. അതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് ഗെയിമൊന്നും കളിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ആകപ്പാടെ വിഷമത്തിലായിരിക്കുകയാണ് പുള്ളിക്കാരി. എന്തായാലും ബിഗ് ബോസ് ഇവരെ നിർത്തുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിർത്തും. കാരണം എവിക്ഷനിൽ അടുത്ത ആഴ്ച പോകുന്ന ബിഗ് ബോസിന് അറിയാം. എന്തായാലും ഉടൻ തന്നെ അങ്ങനെ വിടത്തില്ല. എവിക്ഷൻ ആകുമ്പോൾ ഒരു കണ്ടൻറ് കൂടെ ആകുമല്ലോ ബിഗ് ബോസിന്. അപ്പോൾ അതുവരെ നിർത്താനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ജസ്മിനും ഗബ്രിയും പറഞ്ഞ പോലെ തന്നെ ഇവർക്കും വിഷമം, വയ്യ എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്താകുമോ എന്തോ. കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം.